ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നാം വളരെ കാര്യമായി സുരക്ഷയായി കരുതുന്നത് നമ്മുടെ ബന്ധുക്കളെയാണ്. ബന്ധുമിത്രാദികളെ എല്ലാം നമുക്ക് എപ്പോഴും താങ്ങും തണലും ആയിരിക്കും എന്നാണ് നാം ഓരോരുത്തരും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ബന്ധുമിത്രാദികൾ തന്നെ ശത്രുക്കളായി മാറാൻ ഒരു വഴിയുമില്ല. ചെറിയ ഒരു വാക്കിൽ പിഴവ് വന്നാൽ മതി, ബന്ധു ശത്രുവായി മാറും. എന്നാൽ ശത്രു ബന്ധുവായി മാറണമെങ്കിൽ നാം വളരെയധികം ത്യാഗം സഹിക്കേണ്ടി വരും. എന്നാൽ ഈ ബന്ധുക്കളുടെ സഹായമോ അവരുടെ നിന്ദയോ അവരുടെ ഉപേക്ഷയോ അവയുടെ തിരസ്കാരമോ നമ്മെ ബാധിക്കരുത്. ബന്ധുക്കൾ നിന്നെ വെടിഞ്ഞാലതിൽ സന്തപിച്ചിടാതെയുള്ളോളം കൂടി സന്തോഷിച്ചിടുക പാരം. അതി ബന്ധങ്ങളാകുന്നു ബന്ധവും മറ്റും. എവിടെയാണ് ബന്ധങ്ങളായി വരുന്നത്? പരമാത്മാവിലേക്ക് നമ്മുടെ ഒഴുക്കിനെ തടയുന്നതാണ് വാസ്തവത്തിൽ ഈ ബന്ധുമിത്രാദികളൊക്കെ തന്നെ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ് എന്ന് ബോധിക്കുമ്പോൾ ബന്ധുക്കളെല്ലാം ചിലപ്പോൾ നമുക്ക് തടസ്സമായി നിന്നേക്കാം. അതിനാൽ അവരുടെ തടസ്സങ്ങളെയും അവരുടെ ഉപേക്ഷയെയും ഒന്നും തന്നെ നാം വിലക്കെടുക്കേണ്ടതില്ല. നമ്മുടെ ജീവിത ലക്ഷ്യത്തിന് ആര് വിഘാതം വരുന്നോ അവരുമായി നാം സന്ധിക്കാതിരിക്കുകയാണ് നല്ലത്. എന്നാൽ ആരാണോ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി നമ്മെ സഹായിക്കുന്നത് അവരാണ് വാസ്തവത്തിൽ നമ്മുടെ ഉറ്റമിത്രങ്ങൾ, ബന്ധുക്കൾ എന്ന് പറയാം. അതിനാൽ ബന്ധുക്കൾ നിന്നെ വെടിഞ്ഞാലതിൽ സന്തപിച്ചിടാതെയുള്ളോളം കൂടി. ബന്ധുക്കൾ നമ്മെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അതിൽ അല്പം പോലും നമ്മൾ ദുഃഖിക്കേണ്ടതായിട്ടില്ല. ദുഃഖിക്കണ്ട എന്ന് മാത്രമല്ല, സന്തോഷിച്ചിടുക പാരം. ആദി ബന്ധങ്ങളാകുന്നു ബന്ധുവും മറ്റും. നമ്മുടെ ലക്ഷ്യസാക്ഷാത്കാരത്തിന് തടസ്സമാണ്, അല്ലെങ്കിൽ ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതാണ് ഈ ബന്ധുക്കൾ എന്ന് പറയപ്പെടുന്നത്. അതിനാൽ അവർ നമ്മെ ഉപേക്ഷിച്ചാൽ അതിൽ നമുക്ക് ഒന്നും പരിതപിക്കേണ്ടതായിട്ടില്ല. ആരാണോ ആ സർവേശ്വരനെ സർവാത്മന ആശ്രയിക്കുന്നത് അവരെ രക്ഷിക്കുന്ന ചുമതല ഭഗവാൻ തന്നെ ഏറ്റെടുത്തിരിക്കുന്നു. അനന്യശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ഭഗവാൻ തന്നെ നമ്മുടെ എല്ലാ യോഗക്ഷേമങ്ങളും നിർവഹിക്കും എന്നാണ്. എങ്ങനെ? അന്യമല്ലാതെ ഭഗവാനെ കാണണം. നമ്മുടെ ഏറ്റവും ഉറ്റ ബന്ധുവായിരിക്കുന്നത്, ഏറ്റവും വലിയ മിത്രമായിരിക്കുന്നത്, ഏറ്റവും വലിയ സഹായിയായിരിക്കുന്നത്, നമ്മുടെ സന്തത സഹചാരിയായിരിക്കുന്നത് ഈശ്വരനാണെന്ന ചിന്തയിൽ നാം കഴിയണം. അതാണ് അനന്യശ്ചിന്തയന്തോ മാം. ഭഗവാനെ നമ്മൾ അന്യമായി, നമ്മിൽ നിന്നും വേറെയായിട്ടല്ല കാണേണ്ടത്. അന്യമല്ലാതെ കാണുന്നതിനെയാണ് അനന്യശ്ചിന്തയന്തോ മാം. അന്യമല്ലാതെ ചിന്തിക്കണം. പിന്നെയോ യേ ജനാ പര്യുപാസതേ. അപ്രകാരത്തിൽ ഏത് ജനമാണോ ഈശ്വരനെ ഉപാസിക്കുന്നത് അവരുടെ എല്ലാ യോഗക്ഷേമങ്ങളും, യോഗക്ഷേമം എന്ന് പറഞ്ഞാൽ, യോഗം എന്നാൽ എന്താണോ നമുക്ക് കിട്ടേണ്ടത് അത് അതാത് സമയത്ത് എത്തിച്ചു തരും. എന്താണോ നമുക്ക് നിലനിർത്തേണ്ടത് അത് നിലനിർത്തിയും തരുന്നു. അതാണ് യോഗക്ഷേമം. ഈ രണ്ടും ഭഗവാൻ തന്നെ നിർവഹിക്കുന്നതാണ്.
പിന്നെ നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? നമ്മെ സർവ്വസമയത്തും ഉറക്കത്തിൽ പോലും നമ്മെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഉറങ്ങുമ്പോൾ നമ്മുടെ ഹൃദയം മിടിക്കുന്നതും ശ്വാസം വലിക്കുന്നതും ആഹാരം ദഹിപ്പിക്കുന്നതും എല്ലാം നാമല്ലല്ലോ. ആ സർവീശ്വരൻ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഇതെല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ബോധം നമുക്കുണ്ടായാൽ നമുക്ക് ഈ ലോകത്തിലൊന്നും ഭയപ്പെടേണ്ടതായിട്ടില്ല. അതാണ് ബന്ധുക്കൾ നിന്നെ വെടിഞ്ഞാലതിൽ സന്തപിച്ചിടാതെ എള്ളോളം കൂടി സന്തോഷിച്ചിടുക പാരം. അതിബന്ധങ്ങളാകുന്നു ബന്ധുവും മറ്റും.